ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമുക്ക് പരീക്ഷയിലേക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ടീച്ചർ ഷെയർ ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ മക്കൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മലയാളം ഫസ്റ്റിന്റെ കാര്യമാണ്. അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് എല്ലാ ഫസ്റ്റ് ലാംഗ്വേജിന്റെ എക്സാം ആണ് നമുക്ക് ആദ്യത്തെ പരീക്ഷ. അപ്പൊ മലയാളം ഫസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ ടീച്ചർ ഇപ്പൊ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ മലയാളം ഫസ്റ്റ് എടുത്തിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ മലയാളത്തില് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം സമയമാണ് അല്ലെ. 40 മാർക്കിനുള്ളത് 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എഴുതി തീരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പോരാത്തതിന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, 6 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് അല്ലെ എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്, എത്ര പേജ് എഴുതണം, എങ്ങനെ എഴുതണം, എത്ര സമയത്തിന്റെ ഉള്ളിൽ എഴുതി തീർക്കണം എന്നൊക്കെ ഉള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അല്ലെ. പലപ്പോഴും ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും കമന്റുകളിലൂടെയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണത്. അപ്പൊ പലർക്കും ആ സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ 6 മാർക്കിൻ്റെത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. 6 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ഈ ചോദ്യത്തിനെയും അതേപോലെ അത് എഴുതുന്ന സമയവും മാർക്കും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്ന സമയത്തിനനുസരിച്ചാണ് നമ്മളുടെ പരീക്ഷയുടെ അല്ലെ മൂല്യനിർണ്ണയം ഇരിക്കുന്നത്. നമ്മളൊരു ചോദ്യം എത്ര സമയം കൊണ്ട് എഴുതി തീരുന്നു എന്നതിൽ തന്നെയാണ്. കാരണം 1.5 മണിക്കൂർ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടതുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും 6 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതി നീണ്ടു പോകുന്ന ഒരു ചോദ്യമാണ്. അത്തരത്തിലുള്ള ചോദ്യ മാതൃകകളാണ് നമുക്ക് വരിക. അപ്പൊ ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പൊ നമ്മൾ അറിയാവുന്ന ചോദ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, എഴുതി ഇനി അറിയില്ലെങ്കിലും നമുക്കുണ്ടല്ലോ മലയാളമാകുമ്പോൾ നമ്മളങ്ങ് നീട്ടി വലിച്ച് എഴുതുന്ന ഒരു ശീലം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് എഴുതി അങ്ങ് പോകും അല്ലെ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഒരുപാട് എഴുതിയിട്ടും മാർക്ക് ഉണ്ടാവില്ല അല്ലേ എന്നുള്ളൊരു പ്രശ്നം. അപ്പൊ ഇവിടെ എവിടേക്കോ ചെറിയ തകരാറുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സമയമാണ് അല്ലെ. അതായത് തന്നിരിക്കുന്ന ചോദ്യം അത് വായിച്ച് കൃത്യമായി മനസ്സിലാക്കി എത്രയാണോ സമയം അതിൻ്റെ ഉള്ളിൽ എഴുതി തീരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന 6 മാർക്ക് നമുക്ക് ആ ചോദ്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ സമയം എത്രയാണ്, 6 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് നമ്മൾ എത്ര സമയം നമ്മൾ കൊടുക്കണം? 6 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് മാക്സിമം നമ്മൾ 12 മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. 12 + 12 ഉണ്ട്, 2 എസ്സേകൾ നമ്മൾ എഴുതണം 6 മാർക്കിന്റെ അല്ലെ. അപ്പൊ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുക്കുന്നത് 3 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ 2 മാത്രമേ നമ്മൾ എഴുതണ്ടൂ. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ചോദ്യമാണ് ഒഴിവാക്കേണ്ടത് അല്ലെ, ഈ 3 ഏതാണ് ഒഴിവാക്കേണ്ടത്, ഏത് എഴുതിയാലാണ് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അതായത് പരീക്ഷ നമ്മൾ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കഴിയുന്ന ചോദ്യ മാതൃകകൾ പലപ്പോഴും നമുക്ക് 6 മാർക്കിന് നമ്മൾ ചോദിച്ചു കാണുക. ആസ്വാദനക്കുറിപ്പ് ചോദിക്കും, ഉപന്യാസം ചോദിക്കും, മുഖപ്രസംഗങ്ങൾ ചോദിക്കാറുണ്ട്, പ്രഭാഷണം, കഥാപാത്ര നിരൂപണം. ഇത്രയും ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് 6 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങള് ഓരോന്നും വ്യത്യസ്തമാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന മാതിരിയല്ല നമ്മൾ എന്ത് എഴുതുക, ഉപന്യാസം എഴുതുക, അതുപോലെയല്ല മുഖപ്രസംഗം, അതുപോലെയല്ല പ്രഭാഷണം. ഇതിന്നൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ് കഥാപാത്ര നിരൂപണം. ഓരോന്നിനും ഓരോ ഘടനയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഈ ഘടനകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആർക്കെങ്കിലും സംശയമുണ്ടോ, ഇനിയും ഉപന്യാസം, മുഖപ്രസംഗം ഇതൊക്കെ എങ്ങനെ എഴുതണം, ഒരുപാട് തവണ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ലൈവുകളിലും മറ്റുമൊക്കെ ആയിട്ട്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ടീച്ചർ അത് കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവീത് എന്ത് ചെയ്യുക, മക്കൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഉപന്യാസം അല്ലെങ്കിൽ മുഖപ്രസംഗം, പ്രഭാഷണം ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സെറ്റാക്കാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ 6 മാർക്കിന്റെ ചോദ്യം എങ്ങനെയാ എഴുതണ്ടേ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, 6 മാർക്കിന് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടെയാണ് എന്ത് ചെയ്യുക നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മോഡൽ എക്സാമിന്, ഈ കഴിഞ്ഞ 2025 മോഡൽ എക്സാമിന് മക്കൾ എഴുതിയിട്ടില്ലേ കുറേ ചോദ്യങ്ങൾ, കുറേ എസ്സേ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? 3 എസ്സേ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു മലയാളം ഫസ്റ്റിൽ അല്ലെ. അപ്പൊ ടീച്ചർ അതൊന്ന് വായിക്കാം. അപ്പൊ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എത്രയാ എഴുതേണ്ടത്. ഒരു പുറം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു പേപ്പറിന്റെ ഒരു പുറം അല്ലെ, ഇതാണ് ഒരു പുറം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. എത്ര മാർക്കാണ്? 6 മാർക്കാണ്. 2 എഴുതണം, 12 മാർക്ക്. അപ്പൊ 3 നമുക്ക് തരും. അവിടെ ടീച്ചർ 3 ചോദ്യവും എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത്, എന്തൊക്കെ പോയിന്റുകൾ നിങ്ങൾ എഴുതി, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോ 15ാമത്തേത് മുതലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്യ കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്യയും 4 അണയും. എനിക്ക് പിടിയില്ല വെള്ളായ്യപ്പൻ.
കടലാശിൽ എന്താണ് എഴുതി കൊടുക്കണതാവോ? യജമാനന്മാരെ, എന്റെ കയ്യില് പണമില്ല. ഇത് ഏത് കഥയാണ്? കടൽ തീരത്ത് എന്ന് പറയുന്ന ഒ വി വിജയന്റെ കഥയാണ് അല്ലെ. സൂചനകളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് വെള്ളായപ്പൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് നിരൂപണം തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എന്താണ് മോഡൽ എന്ന് നിങ്ങൾക്ക് ചോദിച്ചത്? കഥാപാത്ര നിരൂപണമാണ് അല്ലെ. അപ്പൊ നമ്മൾ കഥയെക്കുറിച്ച് അല്ലെ, കഥാപരിചയം അല്ലെ, എന്താണ് കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയിൽ ആ കഥാപാത്രത്തിനുള്ള സ്ഥാനം, വേഷം, രൂപം, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം അല്ലെ. പ്രധാനപ്പെട്ട സംഭാഷണങ്ങള് അല്ലെ, പ്രധാനപ്പെട്ട നമുക്ക് ആ കഥാപാത്രത്തിനുള്ള നമ്മളുടെ അഭിപ്രായങ്ങള്, ഇതൊക്കെ നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. നിസ്സഹായനായിട്ടുള്ള ഒരു അച്ഛനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിസ്സഹായനായിട്ടുള്ള അച്ഛനാണ് വെള്ളായപ്പൻ. പാഴുതറ എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച്, അവിടെയുള്ള സൗഹാർദ്ദം അല്ലെ, മരക്കാരെയും വെള്ളായപ്പന്റെയും ഇടയിലുള്ള മതസൗഹാർദ്ദം അല്ലെ, സൗഹൃദത്തെ കുറിച്ച് നമുക്ക് എഴുതാം. പിന്നെ വെള്ളായപ്പനോടുള്ള കരുതല്, സ്നേഹം അല്ലെ, പിന്നെ അദ്ദേഹത്തിന് സമയബോധമില്ല, നിരക്ഷരനാണ് അല്ലെ, ദയനീയനാണ്, ജീവിതത്തെ കുറിച്ച് എന്താണ് എന്താ പറയാ, ഇനി എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചിട്ടുള്ള ഒരു നിസ്സഹായനായിട്ടുള്ള അച്ഛനെയാണ് നമുക്ക് വെള്ളായപ്പനിലൂടെ കാണുന്നത് അല്ലെ. പിന്നെ ജയിലിൽ എത്തുന്ന സമയം, അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, പാറാവുകാരന് വെള്ളായപ്പനോട് തോന്നുന്ന അലിവ് അല്ലെ, കാര്യങ്ങളിലെല്ലാം ബോധ്യപ്പെടുന്ന അച്ഛൻ, അതേപോലെ പേറ്റിച്ചിയെ പോലെ മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന അച്ഛൻ അല്ലെ, മൗനത്തിന്റെ നിലവിളികൾ, ഇങ്ങനെ മൗനം എന്ന് പറയുന്നത് കഥയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പോയിന്റ് ചെയ്യാം നമ്മുടെ കഥാപാത്ര നിരൂപണത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇത്രയൊക്കെ എഴുതി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് അല്ലെ, ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാരഗ്രാഫുകൾ തിരിച്ച്, ഖണ്ഡികകൾ തിരിച്ച് നമ്മൾ എഴുതി അവസാനത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, കൺക്ലൂഷനും കൂടെ എഴുതി കഴിയുമ്പോൾ എന്താവും? നമുക്ക് അതിനുള്ള 6 മാർക്കാവും. ഓക്കെ, ഏത് പാഠം, ആരെഴുതി, അതിന്റെ പ്രത്യേകതകൾ, പിന്നെ കഥാപാത്ര നിരൂപണത്തിന്റെ പ്രത്യേകതകൾ ഒക്കെ എഴുതി കഴിയുമ്പോൾ എന്തായടാ? നമുക്ക് 6 മാർക്ക് നമുക്ക് കിട്ടി. ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം എന്തായിരുന്നു നമുക്ക് അതിൽ തന്നത്? മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടു, ഗജാശ്വങ്ങളെ കൊണ്ടു ഭൂമി ഭീമദർശനമായി, സർവത്ര കൂട്ട നിലവിളി തന്നെ, ഒടുക്കം അത് നേർത്തു മൂളലായി, ഞരക്കമായി. ഏതാണ് പാഠഭാഗം? യുദ്ധത്തിന്റെ പരിണാമമാണ് അല്ലെ. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് ഓരോ യുദ്ധവും. ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും കാഴ്ചകളും ദുരിതങ്ങളും സമാനമാണ്, ഏത് കാലത്താണെങ്കിലും അല്ലെ. സൂചനയും പ്രസ്താവനയും മുൻനിർത്തി ലോക സമാധാനം മാനവരാശിയുടെ നിലനിൽപ്പിന് എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എഡിറ്റോറിയലാണ് അല്ലെ. പത്രത്തിൽ ഒരു മെയിൻ പത്രാധിപർ തയ്യാറാക്കുന്ന ഒരു ലേഖനത്തെയാണ് നമ്മൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഘടനകൾ നമ്മൾ പിന്തുടരണം. തലക്കെട്ട് വേണം, വിഷയം അല്ലെ, സൂചനയോട് കൂടിയിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ഒരു തുടക്കം ആവശ്യമാണ്. ഇപ്പൊ എന്താണ് വിഷയം എന്ന് പറയുന്നത്? ലോകസമാധാനം മാനവരാശിയുടെ നിലനിൽപ്പിന് എന്നുള്ളതാണ് തുടക്കം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലോകത്തൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട് അല്ലെ. സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു തുടക്കം കൊടുക്കുക അല്ലെ. പിന്നെ യുദ്ധത്തിന്റെ പരിണാമം, എസ്എ ചോദ്യത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ പാഠഭാഗത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഉപന്യാസമാണെങ്കിലും മുഖപ്രസംഗമൊക്കെ ആണെങ്കിലും എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് ചോദിക്കുന്നത്? പാഠഭാഗമായിട്ടാണ്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം എഴുതി അങ്ങ് പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൂടെയാണ് അതിനൊക്കെ ഉത്തരം എഴുതാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, പിന്നെ മഹാഭാരത യുദ്ധകാലത്തിന്റെ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. കൂട്ടനിലവിളി എന്ന് പറയുന്നത്, സർവത്ര കൂട്ടനിലവിളി അല്ലെ. അപ്പം യുദ്ധം എന്ന് പറയുന്നത് പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും അല്ലെ. ഇപ്പൊ എന്തൊക്കെയൊക്കെയോ ജാതി കാര്യങ്ങൾ നമുക്കറിയാം. ഒരു വീട്ടിലുള്ള സ്വന്തം അമ്മേനെയും അനിയനെയും ഉമ്മാനെയും അനിയനെയും സ്നേഹിക്കുന്ന പെൺകുട്ടീനെയും ഒക്കെ അല്ലെ ചുറ്റിക്കൊണ്ട് അടിച്ചും ഭീകരമായ രീതിയിലും ഒക്കെ കൊലപ്പെടുത്തുന്ന അനുദിനം അതിന് വല്ലാത്ത വാർത്തകൾ കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒന്നും എന്തല്ല ഈ നമ്മൾ ഈ പറയുന്ന വിദ്വേഷവും പകയും ഒന്നിന്റെയും എന്തല്ല അടിസ്ഥാനമല്ല അല്ലെ, ഒന്നും അതിന്റെ അവസാനമല്ല എന്ന് കാണിക്കാണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗത്ത് പോലും അല്ലെ. അതിലെല്ലാം തികഞ്ഞ എല്ലാ ശാശ്വത ലോകങ്ങളെയും വാണിരുന്ന ഒരു രാജാവായിരുന്നു ദുര്യോധനൻ. ദുര്യോധനന്റെ അവസാനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ യുദ്ധത്തിന്റെ പരിണാമത്തിൽ അവസാനം നമ്മൾ കണ്ടു അല്ലെ. കഴുകനും കുറുക്കനൊക്കെ ഇപ്പൊ കടിക്കും എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് അല്ലെ. ഒരിറ്റു ജീവനുമായിട്ട് പെടയാണ് മരുഭൂമിയിൽ കിടന്നിട്ട്, യുദ്ധഭൂമിയിൽ കിടന്നിട്ട്. അപ്പോൾ ഏത് രാജാവായാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. യുദ്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും എങ്ങനെയാണ്? നാശം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം സർവ്വവിനാശമാണ് എന്നാണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗവും നമ്മളെ കാണിക്കുന്നത്. ഇസ്രായേലും പാലസ്തീനും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സമകാലികമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ആയുധ കച്ചവടം
നമ്മുടെ യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രതലവന്മാര്, യുദ്ധത്തിന്റെ ഇരകള്, നഷ്ടങ്ങള്, സംസ്കാരത്തിന് പുനഃസൃഷ്ടി, നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്ന സമകാലികമായിട്ടുള്ള യുദ്ധ അന്തരീക്ഷത്തെ കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. മുഖപ്രസംഗമാകുമ്പോൾ അവസാനത്തെ ഒരു പാരഗ്രാഫിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ നമ്മൾ എഴുതണം എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം ഏതാണ്? കവിതയുടെ പ്രമേയമാണ്. ഓക്കെ, കവിതയുടെ പ്രമേയം ഭാവം, ശബ്ദഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക. മലയാളം ഫസ്റ്റിൽ നമുക്ക് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ആസ്വാദനക്കുറിപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുക? കവിത എങ്ങനെയാണ് ആസ്വദിക്കുക? ഒരു ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നുണഞ്ഞ് അല്ലെ നക്കി നുണഞ്ഞ് ആസ്വദിക്കും. പാട്ടൊക്കെയാണ് നമ്മൾ കേട്ട് ആസ്വദിക്കും അല്ലെ. ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിച്ച്, ചിക്കൻ കലൊക്കെ കടിച്ച് പറിച്ച് നമ്മൾ ആസ്വദിക്കും. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മളത് കണ്ട് ആസ്വദിക്കുമോ? ഇതെങ്ങനെ ഇപ്പൊ ഒരു കവിത ആസ്വദിക്കുക? നക്കി നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. എങ്ങനെ ആസ്വദിക്കുമോ? നമ്മൾ അത് ആസ്വദിക്കുകയാണ് എന്ന് നമ്മളുടെ ഭാഷയിലൂടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അല്ലെ. കവിതയുടെ ആശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തലക്കെട്ട് കൊടുക്കണം നമ്മൾ. തലക്കെട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ആ തലക്കെട്ടിനെ ഭംഗിയാക്കി കൊടുക്കുക. കവിത, കവി പരിചയം, അക്കിത്തത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കവി പരിചയം വേണം, കവി ആരാണെന്നുള്ളത് എഴുതണം. പിന്നെ ആസ്വാദനാംശങ്ങൾ, ഇതിന്റെ ആശയങ്ങൾ അല്ലെ. കവിത വായിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ആശയം എഴുതണം അല്ലെ. അപ്പൊ ഈ വളരെ ചുരുങ്ങിയ സമയത്തുകൊണ്ട് ടീച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കവിതയുടെ ആശയം എന്ന് പറയുന്നത് വേനൽക്കുളിരിന്റെ അല്ലെ, വേനലിന്റെ തണുപ്പിനെ കുറിച്ച് അല്ലെ, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന കവിതയാണ്. പ്രകൃതിയുടെ പരിവർത്തനം എന്ത് ചെയ്യുന്നു, പരിവർത്തനത്തിന് നാശം സംഭവിക്കുകയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കത് എഴുതാൻ പറ്റും. എന്മാതിരി ചൂടുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. മനുഷ്യന്റെ അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റം മൂലം പ്രകൃതി എന്ത് ചെയ്യുന്നു, അനുദിനം അതിന്റെ കാലാവസ്ഥയിൽ പോലും വ്യതിയാനം സംഭവിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റം, ആധുനികവൽക്കരണം, ഇവയൊക്കെ വരുത്തി വെക്കുന്ന മാറ്റങ്ങളാണ്. പഴയകാല ഗ്രാമീണ സൗന്ദര്യത്തെ എന്ത് ചെയ്യുന്നു ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കവി പഴയ കാര്യങ്ങളെ പുതിയ മാറ്റങ്ങളോട് ഉപമിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു തവണ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ 1 or 2 തവണ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചോദ്യം അല്ലെ, ആസ്വാദന കുറിപ്പാകുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കവിതയാണ് തന്നിരിക്കുന്നത്. പരിചയമുള്ളതാണെങ്കിൽ അതിന്റെ കുഴപ്പമില്ല. പരിചയമില്ലാത്ത കവിതയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് വായിക്കണം. അതിന്റെ അർത്ഥമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അപ്പൊ കവിയെ കുറിച്ച് എഴുതണം, കവിതയുടെ ആശയം എഴുതണം അല്ലെ, അതിലെ പദങ്ങൾ അല്ലെങ്കിൽ വരികളിലുള്ള ഏതെങ്കിലും കാവ്യ സവിശേഷതകൾ ഉണ്ടെങ്കിൽ എഴുതണം, തലക്കെട്ട് കൊടുക്കണം. ഇങ്ങനെ ഭംഗിയായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ 6 മാർക്കിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് വരിക. 12 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. വൃത്തിയായിട്ട് ഓരോന്നിന്റെയും ഘടന പാലിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എഴുതണം എന്നുള്ളത് ടീച്ചർ പറഞ്ഞു. പിന്നെ ചോദ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 or 2 തവണ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യം വായിച്ചു നോക്കണം. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എഴുതുന്നു മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ ഒരുപാട് 2 പേജൊക്കെ എഴുതി ടീച്ചറെ മാർക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഈ പറഞ്ഞതാണ് ഇതിന്റെ ഒക്കെ കാരണം. ഘടന ഉണ്ടാവണം. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് എഴുതേണ്ടത്. അതിന്റെ ഓരോന്നിന്റെയും ഘടന പാലിച്ച് എഴുതണം. പിന്നെ ഓരോന്നിലും ഏത് പാഠഭാഗത്ത് സമ്മറി കൂടെ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ കാട് നിറച്ചു അല്ലെ, നമ്മളിങ്ങനെ പറയും അല്ലെ. ഒരു പശുവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരാളോട് ഒരു കുട്ടിയോട് പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, പശു പാല് തരും, പശു ചാണകമിടും, പശു അല്ലെ, പശു കരയും, പശുവിന് 4 കാലുണ്ട്, വാലുണ്ട് എന്നൊക്കെ എഴുതി. പശുവിനെ കുറിച്ചുള്ള പോയിന്റുകളൊക്കെ തീർന്നു കഴിഞ്ഞു. അപ്പൊ ഈ പശുവിനെ മെല്ലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, മെല്ലെ കൊണ്ടുപോയിട്ട് ഒരു മരത്തിൽ തെങ്ങിൽ കൊണ്ടുപോയി കെട്ടുകയാണ്. കാരണം പശുവിനെ കുറിച്ചുള്ള പോയിന്റുകൾ തീർന്നു. എന്നിട്ട് എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്, തേങ്ങ തരും, തെങ്ങോല തരും, തെങ്ങിളനീര് തരും. ഇങ്ങനെ പലപ്പോഴും നിങ്ങളിൽ പലരുടെയും എസ്സേ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പശുവിനെ കുറിച്ച് ചോദിക്കുന്നതിൽ തെങ്ങിനെ കുറിച്ചുള്ള പോയിന്റുകൾ വരുന്നതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇങ്ങനെ ആവരുത്. വിഷയ കേന്ദ്രീകൃതമായിട്ട് എന്താണോ നമ്മളോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു 12-13 പോയിന്റുകളൊക്കെ മാക്സിമം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അതിനപ്പുറത്തേക്ക് ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ സമയം പോക്കാൻ, ഇപ്പൊ സെന്റൻസ് തന്നെ ഉണ്ട്, ആയതുകൊണ്ട് ഇങ്ങനെ ആയതിനാൽ അങ്ങനെയാകുന്നതിനാൽ ഇങ്ങനെ എന്ന് നമുക്ക് അങ്ങനെയും ഇങ്ങനെയും ഊഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ അനാവശ്യമായിട്ട് പേജ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ അർത്ഥമില്ലാത്ത കുറെ വാക്കുകളൊക്കെ, ഒരു ഗാംഭീര്യത്തിന് കിടക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാക്കുകളൊക്കെ നമ്മൾ എഴുതും. ഇപ്പൊ ക്ഷണം എന്നൊക്കെ പറയുന്ന, ശരിക്കും എനിക്ക് ഉദാഹരണം പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പരീക്ഷ പേപ്പർ നോക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കും ഞാൻ. അതായത്
അപ്പൊ ക്ഷണനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്ഷണനത്തിന് പോയിട്ട് വരികയായിരുന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ട് വരികയാണ്, അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോയിട്ട് വരിക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ക്ഷണനം എന്നൊക്കെ പറയുന്നതിൽ എന്താണ്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഗാംഭീര്യം നോക്കി അർത്ഥം അറിയാത്ത വാക്കുകളൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ എസ്സേയിലൊന്നും കൊണ്ടുപോയി എഴുതരുത്. നമുക്ക് ശരിയായിട്ട് അറിയാവുന്ന പദങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് മുമ്പ് മക്കൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഈ ടിപ്പുകളൊക്കെ വെച്ച് എല്ലാ പാഠഭാഗങ്ങളിലെയും എസ്സേ ഒക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതിപ്പോ 3 ചോദ്യം നിങ്ങൾ പഠിച്ചില്ലേ, ഇതുപോലെ എല്ലാ പാഠത്തിനും എസ്സേ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനി അത്ര സമയമുള്ളൂ. ഇപ്പൊ എസ്സേ ഒക്കെ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ വരും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഏകദേശം പാഠം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നോട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത്തരം ചോദ്യങ്ങളുടെ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളത് വളരെ എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻറ്റോട് കൂടെ ഇരിക്കുക. നമ്മൾ ലൈവുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പാഠഭാഗങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും സാധ്യതയുള്ള ചോദ്യങ്ങൾ, കാരണം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും, ഉഷാറായിട്ടിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.